ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ്. എപ്പിസോഡ് നമ്പർ 600 ടൈറ്റിൽ കാണും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം, പുതിയ ദിവസം, പുതിയ സ്ഥലം. വേറെ എവിടെയല്ല ഗൈസ്, നമ്മൾ ലുലു മോളിൽ നിൽക്കുകയാണ്. ലുലു മോളിൽ ഫുഡ് കോർട്ടിൽ നിൽക്കുക. ഞാനുണ്ട്, ഡാനുണ്ട്, പിന്നെ അഖിൽ ചേട്ടനുണ്ട്. അപ്പോൾ പുതിയ വർഷം വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. യെസ് ആദ്യം തന്നെ നമുക്ക് അഖിൽ ചേട്ടൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പുതിയ വർഷം എങ്ങനെയുണ്ട്? പുതിയ വർഷം ഇന്ന് 1-ാം തീയതി അല്ലേ? ഇന്ന് 1-ാം തീയതിയാണ്. പുതിയ വർഷം പുതിയതായിട്ട് തുടങ്ങിയ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും കേരള സർക്കാർ എക്സെട്ര ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. ഫസ്റ്റ് ദിവസം നല്ല മൂഞ്ചലായിരുന്നു, നല്ല ബോറായിരുന്നു. ഏറെക്കുറെ ഒരു പണിയില്ല. ജനുവരി 1 തുടങ്ങിയിട്ട് ഒരു പണിയില്ല, കോളേജും തുറന്നില്ല. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എബിൻ കോവളത്ത് പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ കോവളത്ത് പോകുന്നത് റോഡിൽ പോയപ്പോൾ റോഡ് കുളമായത് കൊണ്ടും ട്രാഫിക് ബ്ലോക്ക് കാരണം വണ്ടി പോകാത്തത് കൊണ്ടും നമ്മൾ കോവളത്ത് നിന്ന് നേരെ കോവളം പോകുന്ന വഴിക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ലുലു മാളിൽ കയറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ലുലു മാളിൽ കയറിയിരിക്കുകയാണ്. നാളെയാണ് അതെ കേസ്, നമ്മൾ ഇന്നത്തെ പ്ലാൻ വെച്ചാൽ വൈകിട്ട് കോളം പോകുന്നതായിരുന്നു. ഇച്ചിരി ലേറ്റായി പോയി. പിന്നെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല തിരക്ക്, അതുകൊണ്ട് അത് ക്യാൻസൽ ലുലു മോളിലോട്ട് വന്നു. ഡാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ, പ്രത്യേകിച്ച് പറയാനായിട്ട് എല്ലാവർക്കും ഒന്നും കാണില്ല. കാര്യം 1-ാം തീയതിയാണ് തുടങ്ങിയിട്ടുള്ളൂ. യെസ്, നമ്മുടെ ഓഡിയൻസിന് എന്ത് പറയണം? പക്ഷേ എന്താണ് എനിക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് പറയണമെന്ന്, പക്ഷെ മനസ്സിലൊന്നുമില്ല. ഇപ്പം നമ്മൾ യോഗട്ട് കുടിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുവാണ്. കുഴപ്പമില്ല. പബ്ലിക് ഒപ്പീനിയൻ എടുത്താലോ? ലുലു മാളിൽ ഈ സാഹചര്യത്തിൽ ഫണ്ടൂർ എന്ന് പറയുന്ന പിള്ളേരുടെ അടുത്തെല്ലാം ചോദിക്കുക എന്താണ് ന്യൂ ഇയർ ആയിട്ട് അഭിപ്രായം. ലെറ്റ്സ് ടേക്ക് സം പബ്ലിക് ഒപ്പീനിയൻ. അടുത്ത പ്രാവശ്യം ചെയ്യാം. എനിക്കായിട്ടുള്ള ധൈര്യം ഇതിപ്പോൾ. പക്ഷെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ട ആൾ കുറവല്ലേ? കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സെയിലുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. യെസ്, ഇതായിട്ട് അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല ഗൈസ്. മരുന്നെങ്കിൽ വരാൻ ഗൈസ്. ഇപ്പം വലിയ തിരക്കൊന്നുമില്ല. 10 മണി വരെ കഴിഞ്ഞാൽ മാളടയ്ക്കും. 10 മണി 11 മണി കഴിഞ്ഞാൽ മാളടയ്ക്കും. തിരക്കൊന്നുമില്ല, സമാധാനമായിട്ട് വന്ന്. പക്ഷെ നമ്മൾ ആരുടെയും വാക്കുകൾ വിശ്വസിക്കരുത്. നമ്മൾ വന്ന് തന്നെ നോക്കണം കയ്യിൽ പൈസ ഉണ്ടോ. ഒരു ഓഫറിൽ നമ്മൾ വീഴാൻ പാടില്ല. ഇവിടെ 50% ഓഫ്, ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇല്ല. ഇപ്പം സൂക്ഷിച്ചും കണ്ടുപോകണം എടുക്കാൻ. പിന്നെ നമ്മുടെ സ്പോൺസർ ഉള്ളതുകൊണ്ട് ഒരു സീനില്ല. അഖിൽ ചേട്ടനുള്ളതുകൊണ്ട്. അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത എനിക്ക് ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ഫസ്റ്റ് സ്പോൺസർഷിപ്പ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ആഹ്ലാദിക്കും. നല്ല കാര്യത്തിൽ തന്നെ തുടങ്ങി. ന്യൂ ഇയർ നല്ല കാര്യത്തിൽ തന്നെ തുടങ്ങി. ദിസ് എപ്പിസോഡ് സ്പോൺസർഡ് ബൈ അഖിൽ ചേട്ടൻ. സീൻ. അഖിൽ ചേട്ടൻ എന്ത് ഇപ്പം? ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഫ്രോസൺ യോഗർട്ടിൽ നിന്ന് സ്പോൺസർ ചെയ്ത സാധനം ഞാൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഖിൽ ചേട്ടൻ ലോ കോളേജിൽ പഠിക്കുക. ഇപ്പം അവിടെ പഠിക്കുക. ഡാനാണെങ്കിൽ വാനിസിൽ പഠിക്കുക. യെസ്, അപ്പം അങ്ങനെ സീനാണ് ഗൈസ്. ഫുൾ സീനാണ് ഗൈസ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യമില്ലേ എന്ന് ഞാൻ ഇപ്പോൾ മുമ്പോട്ട് ആലോചിക്കുമ്പോൾ ഇതിനൊരു അന്ത്യം ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നുമില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അല്ലേ? കമ്പാരിറ്റീവ്ലി ഈ പോയ കുറച്ച് ഇയേഴ്സ് വെച്ച് നോക്കുമ്പം 2023 അത്യാവശ്യം ഭേദമില്ലാത്തൊരു വർഷമായിരുന്നു. ഫുൾ ഓഫ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അപ്സ് ആൻഡ് എക്സ്ട്രീം സിറ്റുവേഷൻസ്. കൊറോണ സമയത്തുള്ള ഫേസ് ചെയ്ത് വെച്ച് നോക്കുമ്പം 2023 അത്യാവശ്യം നല്ല ഇയർ ആയിരുന്നു. അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയാലും ഇതുപോലെ പോയാലും 2024 ഇങ്ങനെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, റെസൊല്യൂഷൻസ് എന്തെങ്കിലും ഒരു
ഒരുപാട് പൈസ ഉണ്ടാക്കി അടുത്ത ന്യൂ ഇയറിന് ഇവിടെ വന്ന് ലുലു മാളിൽ വന്ന് എല്ലാ കടയിലും കയറി ഇറങ്ങി വാങ്ങണം എന്നുള്ളതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. സീൻ റെസൊല്യൂഷൻ. ഡാന, നിനക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ? ഞാൻ സാധാരണ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടാക്കാറില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. ബട്ട് എൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ എവറി ഡേ ഈസ് അനദർ ഡേ. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഡേയ്സ് ഒന്നുമില്ല. ഹിന്ദിയൊന്നും ഒരു പിടിയില്ല. പറഞ്ഞു വരുന്ന കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം അങ്ങനെ ആവണമെന്നില്ല. ഇച്ചിരി ഈ വർഷം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവാണ് ആവണം. കോളേജിൽ ലാസ്റ്റ് ഇയറാണ്. അപ്പം എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റി പൈസ ഉണ്ടാക്കി ഈ ലുലു മോളിൽ വന്നിട്ട് ഒരു കടയിൽ കയറി സാധനം വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഫസ്റ്റ് തിങ് ഞാനിവിടെ കയറി വന്നപ്പോൾ ആലോചിച്ച്. സീനിയേഴ്സ്, നമ്മളാണെങ്കിൽ ഒരു കടയിൽ കയറിയ ഒരു ടോയ് കടയിൽ കയറി. അവിടെ ചെന്നപ്പം കുട്ടി സാധനത്തിന് ഓരോ 5K ഒക്കെ. അപ്പോൾ ആലോചിച്ചു അടുത്ത പ്രാവശ്യം ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ പൈസ വെക്കാതെ വാങ്ങാൻ പറ്റണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ പോഡ്കാസ്റ്റ് ഒന്ന് കത്തി കയറിയിട്ട് വേണം എനിക്ക് ലുലു മോള് വാങ്ങാൻ. സീൻ അങ്ങനെ തരുമോ? ലുലു മോള് വിൽക്കാൻ പറ്റുമോ? ഇല്ല, ലുലു മാള് വിൽക്കാൻ പറ്റില്ല. പക്ഷെ ലുലു മാളിൽ നിന്ന് ഒരു കട വേണമെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. റെൻ്റല്ലേ? വാങ്ങുകയും ചെയ്യാം. അതിന് റെൻ്റൽ മാത്രമായിട്ടൊന്നുമില്ല. ഡിപ്പെൻസ്. സെയിൽ എടുക്കുന്നവരും ഉണ്ട്, റെൻ്റൽ, ബോത്ത്. പക്ഷെ എനിക്ക് വന്ന് ലീസായിരിക്കും. ലീസ് അതാ നല്ല പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലുലു മാളും ഈ മെയിൻ സ്റ്റോൾസും അല്ല ലുലു ഗ്രൂപ്പിൻ്റെ ആയിരിക്കും. പക്ഷേ ഈ ഇങ്ങനത്തെ മിനി സ്റ്റോഴ്സ് എല്ലാം ഒന്നെങ്കിൽ ലീസ്, റെൻ്റൽ, അല്ലെങ്കിൽ ഐ തിങ്ക് പ്രോപ്പർട്ടി ആയിട്ട് സ്ക്വയർ ഫീറ്റ് വെച്ച് വാങ്ങുന്നവരും ഉണ്ടാവും. ദാറ്റ് ഓൾസോ പോസിബിൾ. പുതിയ ഇൻഫർമേഷനാണ്. സീൻ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാൽ ആഘോഷിക്കുന്നൊന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്ക്. ന്യൂ ഇയർ വീട്ടിലിങ്ങനെ ഷോ അടിച്ചിരുന്നപ്പം പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പം വീട്ടിൽ എന്ന് വെച്ചാൽ എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ആൾക്കാരും പുറത്താണെന്ന് തോന്നുന്നു. വീട്ടിലാരും ഇല്ലയെന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വീടൊക്കെ നന്നായിട്ട് പൂട്ടി സെക്യൂരിറ്റിയൊക്കെ നോക്കിയിട്ട് പോകണം. കള്ളന്മാർക്ക് ഇപ്പോൾ ഷോപ്പിംഗ് ആണെന്ന് തോന്നുന്നു. യെസ്, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ ഒരു ക്രൗഡ് ഒപ്പീനിയൻ എടുക്കണം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ടും. അപ്പം നമുക്ക് കുറച്ചുകൂടി നീട്ടായിരുന്നു ഈ എപ്പിസോഡെങ്കിൽ. പിന്നെ ഒരു 1 hourലേക്കത്തെ ആ SBI കാർഡ് വിൽക്കുന്ന ചേട്ടന്മാർ എവിടെയെങ്കിലും കാണും, അവരോട് ചോദിച്ചു നോക്കൂ, വാട്ട് ഈസ് യുവർ ന്യൂ ഇയർ റെസൊല്യൂഷൻ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ചേട്ടൻ ചെയ്യോ? എനിക്കിപ്പോൾ ഉറങ്ങണം, അതാണ് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ്. സീൻ. അപ്പോൾ അത്ര ഉള്ളു കേസ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ നോക്കട്ടെ എങ്ങനെ ഒപ്പീനിയൻ എടുക്കാൻ പറ്റുമോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അതുവരെ ഞാൻ എബി, ഞാൻ അഖിൽ, അത്ര ഉള്ളു കേസ്. അപ്പം ബൈ.